ഹലോ, നെയ്യപ്പത്തിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണിത്. നല്ലോണം ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിൽ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. അലുക്ക് ഇളക്കിയായിട്ട് ഈ ഒരു റെസിപ്പി ഫോളോ ചെയ്താൽ നിങ്ങൾക്കും ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാം. എങ്ങനെ ചെയ്യുന്നത് നോക്കിയാലോ. പച്ചരിയപ്പം ഞാൻ നെയ്യപ്പം ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത്. പച്ചരി നല്ലോണം കഴുകി 4 മണിക്കൂർ കുതിർത്തിട്ട് നല്ലോണം വെള്ളം വാലാൻ വെച്ചതിന് ശേഷം അരയ്ക്കാൻ പോവാണ്. വെള്ളം ഒട്ടും പാടില്ല നെയ്യപ്പം ഉണ്ടാക്കുമ്പോൾ, അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. അരയ്ക്കാനായിട്ട് ഞാനിവിടെ ശർക്കര പാനിയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് പച്ചരിയിലേക്ക് 200 ഗ്രാം ശർക്കര 1/4 കപ്പ് വെള്ളം ചേർത്ത് ഉരുക്കിയെടുത്തേക്കാണ്. ഇതുപോലെ കുറുകി കിട്ടും. തണുത്തതിന് ശേഷം മാത്രം ഇതുപോലെ അരിയിലേക്ക് ചേർത്ത് അരച്ചെടുക്കാം. നെയ്യപ്പത്തിന് അരയ്ക്കുമ്പോൾ ഒത്തിരി അരച്ച് മഷി പോലെ ആക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊന്ന് തരിയോടുകൂടി തന്നെ എടുക്കണം. ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടേ ടെക്സ്ചർ എന്തായെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. ചെറിയൊരു തരി ആവശ്യമാണ്, അപ്പോൾ ഞാനൊന്നുകൂടി അരയ്ക്കുകയാണ്. നെയ്യപ്പത്തിന് ആവശ്യമായിട്ടുള്ള ഒരു അയവ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ബാറ്റർ കുറച്ച് തിക്കായിട്ട് തോന്നും, പക്ഷേ അങ്ങനെ തന്നെ വേണം കേട്ടോ. നെയ്യപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് ഒന്ന് അയവ് വരുത്തി എടുത്താൽ മതിയാവും. വെള്ളം ചേർത്ത് അരയ്ക്കാത്തത് കൊണ്ട് ഈ ഒരു തിക്നെസ് വേണം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ട് 1 ടേബിൾ സ്പൂൺ എള്ള് കൂടി ചേർത്ത് ചെറുതായി ഒന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു മിക്സ്ചർ നമ്മൾ ചൂടോടുകൂടി തന്നെ നെയ്യപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊരു എക്സ്ട്രാ ഫ്ലേവർ കൊണ്ടുവരും. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് കൂട്ടി യോജിപ്പിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ഒരു നുള്ളുപ്പ് മതിയാവും, ചേർത്ത് മിക്സ് ചെയ്തിട്ട് മിനിമം 12 മണിക്കൂറെങ്കിലും ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കണം. ഞാനൊരു 2 ദിവസം ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 2 to 3 days ഒക്കെ വെച്ചാൽ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കട്ടിയായിട്ട് തന്നെ ഇരിക്കുള്ളൂ, അത്യാവശ്യം തിക്നെസ് ഉണ്ടാവും. അപ്പം നമ്മളിതിനെ ഒന്ന് അയവ് വരുത്തിയെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പം അതിന് മുന്നേയായിട്ട് ഞാനിപ്പോൾ ഒന്ന് കുറച്ച് മാവ് എടുത്തിട്ട് 1 ടേബിൾ സ്പൂൺ മാവ് എടുത്തിട്ട് കപ്പി കാച്ചാൻ പോവുകയാണ്. അപ്പം നെയ്യപ്പം വളരെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കപ്പി കാച്ചിയെടുക്കുന്നത്. 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കപ്പി കാച്ചിയെടുക്കുക. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കട്ടയൊന്നുമില്ലാണ്ട് നല്ലോണം യോജിപ്പിച്ചെടുക്കണം. വെള്ളവുമായിട്ട് നല്ലോണം ഡൈല്യൂട്ടായി കിട്ടണം. അതിനുശേഷം മാത്രമേ ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കാമുള്ളൂ. അപ്പോൾ ഫ്ലെയിം ഓൺ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒത്തിരി ഫ്ലെയിം കൂട്ടി വെക്കരുത്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ഫ്ലെയിം മതിയാവും, പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും. സ്പൂൺ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം, പെട്ടെന്ന് തന്നെ കട്ടിയായി കിട്ടും. തണുത്തതിന് ശേഷം നമുക്ക് നെയ്യപ്പത്തിൻ്റെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലേക്ക് നെയ്യപ്പത്തിൻ്റെ ബാറ്ററും കപ്പി കാച്ചിയതും ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അയവ് വരുത്താനായിട്ട് തേങ്ങാപ്പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. വളരെ കുറച്ച് ചേർത്ത് കൊടുക്കുള്ളൂ ആദ്യമേ. ഒത്തിരി വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ വെള്ളം കൂടിപ്പോവും. അപ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ആവശ്യത്തിന് ചേർത്ത് കൊടുത്ത് അയവ് വരുത്തി എടുക്കാം. ചൂടാൻ ആവശ്യമുള്ളൊരു കൺസിസ്റ്റൻസി എത്തുന്നവരെ ചേർത്ത് കൊടുക്കാം. ഇതൊരു 30 മിനിറ്റ് നേരം നമുക്ക് മാറ്റി വെച്ചേക്കാം. 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട്. നോക്കുമ്പം കുറച്ചും കൂടി മുറുകിയിട്ടുണ്ട്. ഒരു ഇച്ചിരി തേങ്ങാപ്പാൽ കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പം ഇതിലൊരു കൺസിസ്റ്റൻസി ഞാനിപ്പോൾ കാണിച്ചു തരാം. ആ ഒരു കൺസിസ്റ്റൻസി എത്തുന്നവരെ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. ഈ ഒരു അയവ് എത്തണം. ഇതാണ് നെയ്യപ്പം ചുടാൻ ആവശ്യമായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി. കുഴിയുള്ളൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതിയാവും. നിങ്ങളുടെ പാത്രവും അടുപ്പിൻ്റെയൊക്കെ രീതി അനുസരിച്ചിട്ട് ചൂട് ക്രമീകരിച്ച് കൊടുക്കണം. ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഒത്തിരി തീ കൂട്ടി വെക്കരുത്, എന്നാൽ കരിഞ്ഞു പോവും, ഉള്ളു വെന്ത് കിട്ടില്ല. പിന്നെ തീ കുറഞ്ഞു പോയാൽ ഒത്തിരി എണ്ണ കുടിക്കും. അപ്പോൾ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ കോരി ഒഴിച്ച് ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കാം. അപ്പം നേപ്പം നമ്മൾ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്കും തനിയെ പൊങ്ങി മേളിലേക്ക് വരും. ആ സമയത്താണ് നമ്മൾ തിരിച്ചു കൊടുക്കുന്നത്. ഈ ഒരു കളറാകുമ്പോഴത്തേക്കാണ് നമ്മൾ വാങ്ങി വയ്ക്കുന്നത്. ഇത് കണ്ടോ, ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല. അപ്പോൾ ഫ്ലെയിം നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള നെയ്യപ്പം കിട്ടും. നിങ്ങളും ഇതുപോലത്തെ ഇതേ രീതിയിൽ തന്നെ റെസിപ്പി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റായി തന്നെ കിട്ടും. ഇത് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചർ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.